ബാനായി മാറാനായിട്ടുള്ള കാരണം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് ഫാമിലി ആയിട്ട് വന്ന് കുട്ടികളായിട്ട് വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യുന്ന, ഇപ്പോഴും കാണാൻ തിയേറ്റർ നിറച്ച് കുട്ടികളാണ്, ഏറ്റവും കൂടുതൽ ഫാമിലീസാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സാന്ദ്രയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഫേസ്ബുക്കിൽ, അതിനെപ്പറ്റി സംസാരിച്ചു. താരം കമന്റിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് നോക്കുകയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ സാന്ദ്രനൊന്നും പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് പറയാനാണ് അതിനകത്ത്? ഞാൻ എന്ത് പറഞ്ഞാലും അത് ഞാൻ ഫീമെയിൽ കാർഡ് ഇടുകയാണെന്നേ എല്ലാവരും പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു വിക്ടിം കാർഡ് ഇടാനോ ഒരു ഫീമെയിൽ കാർഡ് ഇടാനോ ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പ്രതികരിക്കുന്നില്ല. പക്ഷേ പടം സാധാരണക്കാരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള പ്രൊമോഷൻ വേണം, പോസ്റ്റേഴ്സ് വേണം, റൈറ്റ് ടൈമിൽ സിനിമ കളിക്കണം തിയേറ്ററുകളിൽ. ഇപ്പം കൂടുതലും നമുക്ക് കിട്ടിയേക്കുന്നതെല്ലാം പകൽ ഷോസാണ് കൂടുതൽ സ്ഥലങ്ങളിലും. അപ്പം നൈറ്റ് ഷോസിൽ വേറെ വലിയ പടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഫാമിലി ഓഡിയൻസ് വരേണ്ട സിനിമയ്ക്ക് 10 മണി 11 മണി 12 മണിയൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ. അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ട്രഗിളുകളുണ്ട് എനിക്ക്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഈ ഓഡിയൻസിൻ്റെ എല്ലാം റിപ്പോർട്ട് കൊണ്ടും മൗത്ത് പബ്ലിസിറ്റി കൊണ്ടും എല്ലാം ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു വിക്ടിം കാർഡ് ഇടാനോ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ കാർഡ് ഇടാനോ അല്ല അതിൻ്റെ പേരിലൊരു സഹതാപം ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല. നമ്മളെല്ലാവരും ഒറ്റയ്ക്ക്, എല്ലാവരും ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളുകളാണ് എല്ലാവരും. അപ്പോൾ അവിടെ ഇവരെന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ അറിഞ്ഞറിഞ്ഞ് വന്ന് ഇപ്പോൾ മിക്ക ഷോസും പ്രത്യേകിച്ച് നൈറ്റ് ഷോസ് എല്ലാം ഫുള്ളാണ്. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്.